ഈ വിധി എന്നൊക്കെ പറയുന്നത് എത്ര സത്യമല്ലേ വിഷ്ണു? അല്ലെങ്കിൽ ഒരു കള്ളവേഷം കെട്ടി വിഷ്ണു ഇവിടെ വരാനും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലൂടെ കല്യാണ പെണ്ണായി മുന്നിൽ വന്ന് നിൽക്കാനും ഒരു പിണക്കത്തിൽ തുടങ്ങി ഒടുവിൽ ഇങ്ങനെയൊക്കെ ആയി തീരാനും ഇനി എങ്ങനെയായിരിക്കുമെന്ന് വിഷ്ണു ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ധൈര്യം ഇനി എനിക്കായിട്ടില്ല. എന്നാൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒടുക്കം എങ്ങനെയായിരിക്കുമെന്ന് നിശ്ചയമുണ്ട്. അന്ന് എന്തൊക്കെയാ പറഞ്ഞത്? മൂത്ത് നരച്ച് പള്ളിക്കെട്ട് നടക്കാതെ ഞാൻ ഈ കോലം തന്നെ ഇരിപ്പാകുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, എന്തിനാ നീ അതൊക്കെ വീണ്ടും? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അന്ന് വിഷ്ണു പറഞ്ഞ പോലെ ആനക്കാരനെ അറയക്കെറ്റി സൽക്കരിച്ച കഥ ഈ നാട്ടുകാരറിയേ വേണ്ടു. കൊച്ചു തമ്പുരാട്ടിയുടെ ശരീരശാസ്ത്രം നാട്ടിൽ പാട്ടാവുകയേ വേണ്ടു. അല്ലേ വിഷ്ണു? എന്തൊക്കെയാ പറയുന്നത്? ഇനിയെങ്കിലും ഒരു സത്യം എന്നോട് തുറന്നു പറയൂ. എന്താ? ഇങ്ങനൊരു കഥയുണ്ടാക്കി എന്നെ നാണം കെടുത്തി പകവിട്ടാനല്ലേ അന്ന് രക്ഷപ്പെട്ടു പോകും മുമ്പ് എന്റെ മുറിയിലേക്ക് കടന്നു വന്നത്? ഏയ് അല്ല, അങ്ങനെ സംഭവിച്ചു പോയതാ. അരിശം കൊണ്ട് അന്ന് എന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഞാനതൊക്കെ അപ്പോഴേ മറന്നു. പക്ഷേ ഇളയച്ചന്മാര് തല്ലി പുറത്താക്കിയിരുന്നെങ്കിൽ അങ്ങനൊരു കഥ നാട് മുഴുവൻ പാട്ടാകുമായിരുന്നില്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ കോലത്ത് മൂത്ത് നരച്ചിരുന്നേനെ, അല്ലേ? മതി, ഇതൊക്കെ പറയാൻ വേണ്ടിട്ടാണോ എന്നെ വിളിപ്പിച്ചത്? അങ്ങനൊന്നും ഉണ്ടാകാതെ നോക്കേണ്ടത് എന്റെ ആവശ്യമല്ലേ? അതിനെന്താ വേണ്ടേ? ഞാൻ വിളിച്ചു കയറ്റിയതല്ല, വിഷ്ണു എന്നെ ബലാത്കാരമായി ഉപദ്രവിച്ചതാണെന്നും എന്റെ ശരീരശാസ്ത്രം വിഷ്ണു മനസ്സിലാക്കിയത് അങ്ങനെയാണെന്നും പറയണം. അത് ഈ കോലത്തുള്ളവര് മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവൻ അറിയണം. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ കാത്തത്. ഞാൻ പറയുന്നു. കോലോത്ത പെണ്ണിനെ കൈവയ്ക്കാൻ മാത്രമായോ നീ? ഇനി അടിച്ചവൻ ചത്തുപോകും. എടുത്ത് പുറത്തേക്കിട്ട് പഠിപ്പിനടച്ചാക്ക്. ഇറങ്ങി വേണോ ഒന്നുവാണ് നോക്കി നിൽക്കാതെ വലിച്ചെറിയുന്നുണ്ട്. വേണം എന്ത് പറ്റി? എന്താണ്? അച്ഛൻ മരിച്ചില്ലേ? എന്താ ഈ കാണിക്കണത്? അളിയ മരിച്ചു എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അമ്മാവനല്ല, അളിയന്റെ അമ്മാവനാ. അതേതമ്മാവൻ? അതേ 975 മാർച്ച് മാസം 16-ാം തീയതി അർദ്ധരാത്രി അളിയന്റെ മുത്തശ്ശനായ പൊന്നുമടത്തിൽ ശ്രീകൃഷ്ണ പൊതുവാളുമായുണ്ടായ വാക്ക് തർക്കത്തിലും തുടർന്നുണ്ടായ വഴക്കിലും മനം നൊന്ത് കള്ളവണ്ടി കയറി സിലോളിലേക്ക് പുറപ്പെട്ടു പോയ ലോലഹൃദയനായ പൊന്നമ്മാവൻ. ഇത് ഞങ്ങൾ പറഞ്ഞതല്ല, ഞങ്ങളുടെ ഈ അമ്മാവൻ പറഞ്ഞതാ. അതെ,
ആ അമ്മാവൻ പോയളിയ ഓ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം സമ്പാദ്യമായ 3.5 കോടിയും ഏകമകൾ ലക്ഷ്മിക്കുട്ടിയെയും അളിയന്റെ പേർക്കായി എഴുതി വെച്ചിട്ട് പോയിരിക്കുന്നത്. ആ സർവ്വ വിവരത്തിനും വക്കീൽ ഇതേ കത്തയച്ചിട്ടുണ്ട്. വായിച്ചു നോക്ക്. വിഷ്ണു പൊന്നനെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്? ഇതാ നോക്ക്. ഇവിടുന്ന് പോയി 1 മാസം കഴിഞ്ഞപ്പോ ഒരു കത്ത് വന്നു. സിലോണിലെത്തി ഏതോ ഒരു സർക്കസ് കമ്പനി ചേർന്നെന്നും ഇനി നാട്ടിലേക്കില്ലെന്നും. പിന്നെ ഒരു വിവരവും ഇല്ലായിരുന്നു. അയ്യോ എനിക്ക് മതി. കുറച്ചുകൂടെ കഴിക്കടാ, വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. എന്നാൽ ഒരു ബന്ധവും ഇല്ലായിരുന്നിട്ടും മരിക്കുന്നതിന് മുമ്പ് ഒരു സുപ്രഭാതത്തിൽ സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേർക്ക് എഴുതി വെക്കാന്നൊക്കെ പറഞ്ഞ അതാ മനുഷ്യന്റെ ഓരോ യോഗം എന്ന് പറയുന്നത്. മതി. അതൊക്കെ കഴിക്കടാ. 30ാമത്തെ വയസ്സിൽ രാജയോഗം തെളിയുന്നത് നിന്റെ ജാതകത്തിലുണ്ട്. അല്ലമ്മേ, ഈ ലക്ഷ്മിക്കുട്ടിക്ക് ഇപ്പൊ എത്ര വയസ്സ് വരും? 30ാം പിറന്നാളിന്റെ തലേന്നാ പൊന്നൻ നാട് വിട്ടത്. അങ്ങനെ നോക്കുമ്പോ ഒരു 10-18 വയസ്സിന് മേലെ കാണാതിരിക്കില്ല. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ അമ്മാവൻ ഈ അടുത്ത കാലത്തെങ്ങാനും കല്യാണം കഴിച്ചെങ്കിൽ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു 2-3 വയസ്സേ കാണൂ. ഇടി നിന്നെ ഞാൻ അത് ശരി. ഏട്ടനിപ്പോ 3 കോടിയേക്കാളും ലക്ഷ്മിക്കുട്ടിയുടെ കാര്യല്ലേ? നിന്നെ ഞാൻ അളിയാ അമ്മേ, അളിയൻ ഇങ്ങനെ സാമട്ടിൽ നിന്നാൽ എങ്ങനെയാ? ഇന്ന് തന്നെ ടൗണിൽ എത്തണമെന്നല്ലേ വക്കീൽ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ റെഡി. ലക്ഷ്മക്കുട്ടിയെ കാണാൻ പോകുമ്പോ അളിയന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഗമ ഞങ്ങളെ കാണിക്കണ്ടേ? ഇതൊക്കെ മേടിക്കാൻ കാശ് എവിടെന്ന് ഊതി കിട്ടിയതാണോ? തകിലും നാദസ്വരവും ഞങ്ങള് വിറ്റു. ഇനി അതൊക്കെ എന്തിനാളിയാ? 3.5 കോടിയല്ലേ നമുക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന വട്ടുണ്ടോ? പണ്ടം കണ്ട് പിണങ്ങി പോയൊരു പൊന്നമാവൻ ചാകാൻ നേരത്തെ സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേർക്ക് എഴുതി വെച്ച് പോലും ഇതൊന്നും വിശ്വസിക്കാൻ ഞാൻ അത്ര മന്ത്രമൊന്നുമല്ല. ഇതൊക്കെ ആരോ പറ്റിക്കാൻ വേണ്ടി വെറുതെ എഴുതി അയച്ചതല്ലേ. ഞാനില്ലേ അങ്ങോട്ടും ഒരു 3.5 കോടിയും ഒരു ലക്ഷ്മിക്കുട്ടിയും. ഒരു വക്കീലും കക്ഷിയും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഞാനും പൊന്നൻ സാറുമായിട്ട്. അത് തുടങ്ങിയിട്ട് 10-20 വർഷമായി. എന്നിട്ടും വിൽപത്രം തയ്യാറാക്കുന്നവരെ ഇങ്ങനൊരു മരുമകനെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിട്ടേ ഇല്ല. വീട്ടുകാരുമായിട്ട് അത്ര രസത്തിലായിരുന്നില്ല അല്ലേ? അയ്യേ, എന്താ ഇത്? എന്നാൽ ഇത്ര പെട്ടെന്ന് അമ്മാവൻ ഇനി അതോർത്ത് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? വീട്ടുകാരുമായിട്ട് പിണക്കത്തിലായിരുന്നെങ്കിലും എന്നോട് വലിയ കാര്യമായിരുന്നു അമ്മാവന്. എനിക്ക് മാത്രമേ കത്ത് എഴുതുള്ളായിരുന്നു. കഴിഞ്ഞ കത്തിലും കൂടി എഴുതിയിരുന്നതാ. എന്റെ കാലം കഴിഞ്ഞ പിന്നെ ലക്ഷ്മിക്കുട്ടിക്ക് ആരുമില്ലെന്നും അവളെ നിന്നെ ഏൽപ്പിക്കണമെന്നൊക്കെ. അപ്പോ മരണം മുന്നിൽ കണ്ടിരുന്നു എന്നർത്ഥം. ആ, അല്ലെങ്കിൽ പിന്നെ ഇത്ര തിടുക്കപ്പെട്ട ഒരു വിൽപത്രം തയ്യാറാക്കേണ്ടിയിരുന്നില്ലല്ലോ. ഏതായാലും വിവരങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാനായിട്ടൊന്നും ബോധിപ്പിക്കണ്ടല്ലോ. ലക്ഷ്മിക്കുട്ടി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എത്തിയാലുടൻ നിങ്ങൾക്ക് ഒരുമിച്ച് മടങ്ങാം. ഓ. കടലാസുകളൊക്കെ ശരിയാക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. അതുവരെ ഇവിടെ താമസിക്കാൻ വിരോധമില്ലല്ലോ. ആയിക്കോട്ടെ. ആ, എന്നാ പിന്നെ ആ. പണത്തിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ഓ ഞാൻ ഇറങ്ങട്ടെ. ആ. പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട്. ആ. ഞാൻ കോടതിയിലോട്ട് ഓ പോകാം. ലക്ഷ്മിക്കുട്ടി. അളിയോ ഓ അളിയാ അളിയോ